ഫ്രണ്ട്സ് ജാസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഞണ്ട്, മുരിങ്ങാക്കോല്, ചക്കക്കുരു പുഴുങ്ങി തൊണ്ട് കളഞ്ഞ് വെച്ചേക്കണേണ്. അതിന്റെ കഥയുണ്ട് പറയാം. അത് പുറത്തെ തൊണ്ട് മാത്രമേ കളഞ്ഞിട്ടുള്ളൂ. പുഴുങ്ങിയിട്ട് അതിന്റെ തൊണ്ട് കളഞ്ഞ് ഇത് കളയില്ല, ഈ ചവര് കളയില്ല. ക്യാൻസറിന് വരെ നല്ലതാന്നാണ് ഇപ്പൊ പറയണത്. ഓക്കെ, പിന്നെ നമ്മൾ അതിനാവശ്യമായിട്ട് സവാള എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് കാന്താരി മുളക്, പിന്നെന്താ വെളുത്തുള്ളി, 2 തക്കാളി, ഇനി ഒരു കഷ്ണം ഇഞ്ചി വേണം. അതും കൂടെ എടുക്കാം. ഇത് കാന്താരി മുളക്, വെള്ളക്കാന്താരി കൊല്ലത്തുനിന്ന് ജോലിയുടെ അപ്പച്ചൻ കൊടുത്തിട്ടാണ്. വേപ്പല, നമ്മുടെ സ്വന്തം വേപ്പല. എന്തിനാ ഇത്ര അടിച്ചെന്ന് പറഞ്ഞ വഴക്ക് പറഞ്ഞതാ. പിന്നെ ഇതുണ്ടല്ലോ, ചക്കക്കുരു എടുക്കാൻ മടിയുള്ളവർക്ക് ചക്കക്കുരു പുഴുങ്ങി കഴിഞ്ഞിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്താൽ ആ തൊണ്ടിങ്ങാട് പോരും. പിന്നെ ഈ ചവര് കളയേണ്ട കാര്യമില്ല. അതാണ് നല്ലതാണെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ചക്കക്കുരു വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്നവർക്ക് അതൊരു ആ. പിന്നെ ഈ ചക്കക്കുരുവിന്റെ ഒരു കഥയും കൂടെ പറഞ്ഞോട്ടെ കൂട്ടത്തില്. അതായത് ഞാൻ ഇത് എടുത്തപ്പോ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. പണ്ട് സ്കൂളിൽ പോയി വരുമ്പോഴേക്കും ചക്കക്കുരു പുഴുങ്ങി തരും, അല്ലെങ്കിൽ ചുട്ട് തിന്നും, അല്ലെങ്കിൽ അതൊക്കെ ഒരു കാലമാണ്. അത് അങ്ങനത്തെ നാടൻ ഭക്ഷണങ്ങൾ. പിന്നെ മുടക്കൂസൊക്കെ വരുമ്പോ കൂട്ടുകാര് ചക്കക്കുരു വെച്ച് ഞാൻ പുട്ടുണ്ടാക്കിയിട്ടുണ്ട് പണ്ട്. കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ഞാനും ഷിജനും കുഞ്ഞാണ്ടി. ഇപ്പൊ കുഞ്ഞാണ്ടി ഇപ്പൊ സിസ്റ്ററാണ്. അപ്പൊ ഷിന്നി പിന്നെ അങ്ങനെ. അപ്പോൾ നമ്മുടെ ഞണ്ടും ഒക്കെ നമുക്ക് ഓർമ്മകളൊക്കെ ചെയ്യാം അല്ലേ. അതിനായിട്ട് ഞാൻ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞണ്ട് കറിക്ക് ഇച്ചിരി ഡിമാൻഡാണ്. ഞണ്ട് കറി കഴിഞ്ഞ പ്രാവശ്യം വെച്ചിട്ട് ആർക്കും കിട്ടിയില്ല. ശ്രേയസ് മാത്രം അടിച്ചെന്ന് തോന്നുന്നല്ലേ. ഇഷ്ട വിഭവമാണ്. ഒരു 50 ഗ്രാം വെളിച്ചെണ്ണ ഒഴിക്കുക. എളുപ്പത്തിൽ തയ്യാറാക്കാം. ഞണ്ട്, മുരിങ്ങാക്കോൽ, ചക്കക്കുരു ഇവിടെ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ കൊല്ലത്തുനിന്ന് ജോളിയുടെ കൊച്ചാമ്മ ജസ്റ്റ് ചേച്ചിയൊക്കെ വിളിച്ചപ്പോ ജസ്റ്റ് ചേച്ചിന്ന് വിളിക്കണം. ജസ്റ്റ് ചേച്ചിയൊക്കെ അതിശയിച്ചിരിക്കണം ഞണ്ടിലും മുരിങ്ങാക്കോലും വിളിക്കണത്. അവിടെ ഒന്നും അങ്ങനെ ചെയ്യില്ലെന്ന് പറഞ്ഞു. ഞണ്ട് കറി വെക്കും, ഞണ്ട് പല രീതിയിൽ വെക്കും. നമ്മുടെ എണ്ണ ചൂടായിട്ട് എല്ലാവർക്കും വേണ്ടിയാണ്, ചെയ്യുന്നവർക്കും ചെയ്യാത്തവർക്കും എല്ലാവർക്കും വേണ്ടിയാണ് ഈ ഐറ്റം ഒന്ന് പരിചയപ്പെടുന്നത്. ചെയ്തിട്ടുള്ളവരും ഇനി ഇത് ചെയ്യാൻ ആഗ്രഹമുള്ളവരും നിങ്ങളുടെ കമൻറ്റും അല്ലേ, ഷെയറും ലൈക്കും സബ്സ്ക്രൈബും എല്ലാം ഇതിൽ. സവാള 2 സവാള എടുത്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ വെളുത്തുള്ളി, അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മളിപ്പം തന്നെ കുറച്ച് എന്തുണ്ട് ഇഞ്ചിയും കൂടെ ചേർക്കണം. ഇഞ്ചി ഇട്ടുന്നിട്ട് അപ്പോൾ നമ്മുടെ സവാള ഒരു ഇതൊന്ന് വാടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. കുറച്ച് മതി, ഒത്തിരി കുത്തൽ വരാൻ പാടില്ല അതുപോലെ. പിന്നെ എടുത്ത് വെച്ചിരിക്കുന്ന കാന്താരി മുളക്, ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറട്ടെ. ഇനി നമുക്കതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതുകൊണ്ടൊപ്പം തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കാൻ 2 ചെറിയ തക്കാളി ഉണ്ടായിരുന്നല്ലോ, അത് ചെറിയ പീസുകളാക്കി എടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ കുക്കിങ്ങിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പഴയകാല അനുഭവങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടാണ് ചെയ്യണത്. ചക്കക്കുരുവിൻ്റെയും ചക്കയുടെയും മുരിങ്ങാക്കോല് ഇവിടെ നിന്ന് തറവാട്ടിൽ നിന്ന് തന്നാണ് കേട്ടോ. അത് പച്ചാപ്പൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തു വിട്ടതാണ്. അപ്പൊ ആ നാടൻ വിഭവങ്ങളാണ് ഈ നാടൻ വിഭവങ്ങളാണ്. വല്ലാർപാടം ഞണ്ടെന്ന് പറയും. ഇങ്ങനെ ഒരു കുരിശും 2 തിരിയുമായിട്ട് ഉണ്ട്. അത് കാണുമ്പോ അങ്ങനെ പറയണത്. ആ തോടില് അല്ലെ ഞാൻ പോയി കുരിശും തിരി എടുത്തിട്ട് വരാം. തോടൊക്കെ കളഞ്ഞിട്ടല്ലേ കടയിൽ നിന്ന് റെഡിയാക്കി കൊണ്ടുവന്നാണ്. വേസ്റ്റൊക്കെ നമ്മൾ കളയാൻ ഇടം ഇല്ലല്ലോ. അപ്പം അവിടെ വെച്ച് തന്നെ എല്ലാം ഡിസ്പോസ് ചെയ്തിട്ട് പോരും. അപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. തക്കാളി, സവാള, ഇഞ്ചി, വെളുത്തുള്ളി, കാന്താരി മുളക്, വേപ്പില, ഇത്രയാണ് നമ്മൾ എടുത്തിരുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കതിലേക്ക് ഉള്ള പൊടി ഐറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി. കുരുമുളക് പൊടി എത്ര? 2 സ്പൂണോ? കുരുമുളക് പൊടി നമുക്ക് വേറെ എരിവൊന്നും ഇല്ലല്ലോ, മുളക് പൊടി ഇടുന്നില്ല. പിന്നെ കാന്താരി മുളക് ഇട്ടിട്ടുണ്ട്,
അതുകൊണ്ട് 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഞണ്ടിന്റെ പ്രിപ്പറേഷൻ എനിക്ക് അത്രക്ക് പോരാ, അതാണ് ചോദിക്കുന്നത്. ഇനി എന്താ മുളക് പൊടി വേണ്ട, നമുക്ക് മുളക് പൊടി ഇടുന്നവരുണ്ട്, നമുക്ക് മുളക് പൊടി ഇല്ലാതെ നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, മുളക് പൊടി ആവശ്യമുള്ളവർ ഇട്ടോട്ടെ. ഇതാവുമ്പോ ഒരു ബ്ലാക്കിഷ് അല്ലേ, നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിന്റെ പച്ച മണം മാറുന്നവർ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നല്ല ചൂടായിട്ട് ചൂടിന്റെ കാലമാണ്. രാവിലെ 10 മണി തൊട്ട് 3 മണി വരെയും അല്ലേ, അത്യുഷ്ണം എന്നും പറഞ്ഞിട്ടാ സൂക്ഷിക്കണമെന്നാ പറഞ്ഞേക്കണത്. അപ്പോൾ നമ്മുടെ പൊടിയുടെ പച്ചമണമൊക്കെ മാറ്റി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ല വരട്ടി മൂപ്പിച്ച് നമുക്ക് അതിലേക്ക് സ്വല്പം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അരപ്പാക്കി എടുക്കാം. ചിലര് കൊടംപുളി ഒരു ഇഷ്ടമില്ല, ചിലര് പുളിയിടും. നമ്മൾ തക്കാളി ഇട്ടിട്ടുണ്ടല്ലോ, നേരത്തെ നമ്മൾ ഇടുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അല്ലേ. അല്ലേ ഇരട്ടിക്കൊണ്ടിരിക്കണം. വെള്ളം കൊണ്ട് സ്വല്പം വെള്ളം ഒഴിക്കാം. സ്വല്പം കൂടെ അല്ലേ. അലൂമിനിയം പാത്രമല്ല കേട്ടോ, ഇന്റാലിയാണ്. മതി, അത് വേഗം നന്നിട്ട് ആകട്ടെ നോക്കട്ടെ. എന്താ എന്തെങ്കിലും പറയാനുണ്ടോ? വല്ല കമന്റ് പറയാനുണ്ടോ? ഞണ്ട് വീഴാതെ തന്നെ ഒരു സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ആകട്ടെ. അപ്പോഴേ ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഇതിപ്പോ നമ്മ 1.5 കിലോ ഞണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കുഴക്കണല്ല, ഈ ഞണ്ടിന്റെ പൊന്നി കളി എന്നൊക്കെ പറയില്ലേ, അങ്ങനെ വല്ലതും ഉണ്ട് അതിൻ്റെ അകത്ത്? പണ്ട് ഞങ്ങൾക്ക് കുട്ടികളായിരിക്കുമ്പോ എനിക്ക് വേണം പൊന്നു വേണം എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പൊ അപ്പച്ചനും അമ്മയൊക്കെ ആ ഗോൾഡൻ കളറിലെ സംഗതി ഞങ്ങക്ക് ഇച്ചിരിയൊക്കെ ഇങ്ങനെ തരുവോലൊക്കെ നമ്മുടെ അരപ്പൊക്കെ ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്ത് ചെറിയ കുഞ്ഞു പീസൊന്നും ആക്കിയില്ല കേട്ടോ, എങ്ങനെയാണ് കിട്ടത്? ഒന്നും വേണ്ട, അതൊക്കെ ആക്കിക്കോളും കേട്ടോ. ഇനി ഈ അരപ്പ് നന്നായിട്ട് ഇതൊന്ന് പിടിക്കണം. എന്നിട്ട് നമുക്കിത് ഇതിലേക്ക് നമ്മുടെ തിളച്ചതിന് ശേഷം നമുക്ക് ആ മുരിങ്ങാക്കോൽ ഇട്ട് കൊടുക്കാം. മുരിങ്ങയ്ക്കൊക്കെ അധികം വേവില്ലല്ലോ, പെട്ടെന്ന് നാടനല്ലേ, പെട്ടെന്നാകും. ഇന്നിപ്പോ ജോളിയാണെങ്കിൽ നല്ല ടയേർഡാണ്. മരിയാലയത്തിൽ അമ്മമാർക്ക് പാലിയേറ്റീവ് കെയർ ഓർഫനേജ് കൂടെ അവിടുത്തെ അമ്മമാർക്ക് വേണ്ടിയുള്ള ഫുഡ് റെഡിയാക്കി കൊണ്ടുപോയി കൊടുത്തു. അതിനുശേഷം ഒരു യാത്ര വന്ന് തൊടുപുഴ വരെയൊക്കെ പോയി ഒന്നും ചെയ്യില്ലെന്നും പറഞ്ഞിരുന്ന അപ്പോഴാണ് നമ്മുടെ ഞണ്ടിന്റെ കാര്യം ഓർമ്മ വന്നത് അല്ലേ. പിന്നെ അവിടെ നിന്ന് തറവാട്ടിൽ നിന്ന് മുരിങ്ങാക്കോലും ഒന്ന് കാണിച്ച ഇനിയുണ്ട് അധികം തന്നപ്പോ കാര്യമായിട്ട് തന്നു. ഷാലിയച്ചെന്നെ വിളിക്കണം, അപ്പച്ചന്റെ അനിയനെ. അജിതാൻ്റെ കൊടുത്തു വിട്ടതാ, അവിടുത്തെ മോൻ്റെ കൊടുത്തു വിട്ടതാ മുരിങ്ങാക്കോൽ. ഇത് നമ്മളിപ്പോ എടുത്തു കഴിഞ്ഞിട്ട് മുരിങ്ങ ഇലയുണ്ട്. എന്നെ ഷൈജപ്പാന്നാ വിളിക്കണം. ഷൈജപ്പനും ജോളി വലിയ കാര്യമാണ്. ഞങ്ങൾക്കത് ഇഷ്ടമാണെന്ന് അറിയാവുന്നത് കൊണ്ടും ഇവിടെ ഇതൊക്കെ വെച്ച് എന്തെങ്കിലും പരിപാടിയൊക്കെ ചെയ്യുമെന്ന് അറിയാവുന്നത്. അതാ ഒരു വീഡിയോ വരുന്നു കേട്ടോ. എല്ലാവരുടെയൊക്കെ വീടുകളിലുണ്ട്. അപ്പൊ നമ്മളൊന്ന് ആണ് കുട്ടികൾക്കൊക്കെ ആ ഒരു ദിവസം ഉണ്ടാക്കി എനിക്ക് തന്നായിരുന്നു, പക്ഷെ വീഡിയോ ചെയ്തില്ല അത് അല്ലേ. അപ്പൊ ഒത്തിരി ആളുകൾക്ക് അത് ഉപകാരപ്പെടും. നമ്മുടെ വീട്ടിലുള്ള ഇനി വെജിറ്റേറിയനിസ്റ്റുകൾക്കും അത് സൂപ്പിന്റെ ആ പോരായ്മ അവിടെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ. പിന്നെ നമുക്ക് അതിന് ആവശ്യത്തിന് നേരത്തെ ഇട്ടാ കുറഞ്ഞു പോയല്ലേ, അത് കുറച്ചല്ലേ ഇട്ടുള്ളൂ. ഇനി ആവശ്യത്തിന് വേകാനുള്ള വെള്ളം കുറച്ചും കൂടെ ഒഴിച്ചു. വെള്ളം തിളപ്പിച്ചിട്ട് ഒഴിക്കണോ? വേണ്ടല്ലേ, ഇതിപ്പോ വെന്തോളം പച്ച ഞണ്ടല്ലേ. വെന്ത ഞണ്ടാണെങ്കിൽ അതിലേക്ക് നമുക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ പച്ചവെള്ളം ചോക്കും അല്ലേ. ഇതിപ്പോ ഒന്നിച്ച് ആയിക്കോളും. അപ്പൊ ഇതിലേക്ക് നമുക്ക് എന്താ ചെയ്യാനുള്ളത്, നമുക്ക് ഇതും ഇട്ട് കൊടുക്കാം. നമ്മൾ വേവിച്ച് വെച്ചതാണ് എങ്കിലും ഇതിലേക്ക് ഒന്ന് പിടിക്കട്ടെ. നമ്മുടെ ചക്കക്കുരു നമ്മുടെ സ്വന്തം മുറ്റത്തെ പ്ലാവിലെ ചക്ക എന്നുള്ളതാണ്.
100 രൂപയാണ് ചക്കക്കുരുവിന്റെ കടയിലെ വില. 2-3 പ്രാവശ്യം ഞാൻ മേടിച്ചോണ്ട് വന്നില്ലേ കൊതി തീർക്കാൻ വേണ്ടി. അതാ പൊന്നു പോലെയാണ് ചക്കക്കുരുവൊക്കെ ഇവിടെ ഉപയോഗിക്കുന്നത്. ദൈവമേ, ഒരെണ്ണം അത് തമ്മിലുള്ള വ്യത്യാസം നോക്കിയേ, എന്തൊരു പൊല്ലുമ്മ നമ്മുടെ. തിളച്ചതിന് ശേഷം നമുക്ക് മുരിങ്ങയ്ക്ക ഇടാം. ശരി. 2 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് ഞണ്ട് കറിയുടെ ഒരു ചിരിയാണോ? നന്നായിട്ട് തിളക്കണുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ മുരിങ്ങയ്ക്ക കൂടി ഇട്ട് കൊടുക്കാം. അമ്മച്ചി പണ്ട് ഇങ്ങനെ ഇതൊക്കെ റെഡിയായി വരുമ്പോ നമ്മ നോക്കാൻ വന്ന ഓടിക്കല്ലേ, നല്ല മൂടാണെങ്കിൽ പറയും ഞണ്ട് കറി, എന്റെ ഞണ്ട് കറി. അമ്മച്ചി കേട്ടിട്ടില്ലേ? നിങ്ങ വന്നിട്ട് കേട്ടിട്ടില്ല. എന്താണ് പാർട്ടി വന്നത് നോക്കാൻ എന്നൊക്കെ പറയും. നല്ല മൂടല്ലെങ്കിൽ ഓടിച്ചിടും. ആകുമ്പോ വിളിക്കോ എന്നറിയും. ഹലോ, ഹായ്. എല്ലാവരും വേഷമൊക്കെ മാറിയല്ല. സ്നേഹാമേരി മണം കേട്ടപ്പോൾ തന്നെ ഞണ്ട് കറി റെഡിയായാന്നും പറഞ്ഞിട്ട് വന്നേക്കണേ അല്ലേ സ്നേഹമേരി? ഒരു അരമുറി നാരങ്ങ നീരും കൂടെ ഒഴിച്ചിട്ടുണ്ട്. പുളി വേണ്ടവർക്ക് പുളി ചേർക്കാം. നമുക്ക് തക്കാളിയുടെ പുളി ഉണ്ടായിരുന്നു, അപ്പൊ ചെറിയൊരു പുളിയുടെ കുറവുണ്ട്. ചെറിയൊരു പുളി, ഉപ്പൊക്കെ ഉണ്ട്. അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. കൊടംപുളി ഒരു ചെറിയ കഷ്ണം ഇടണൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ നമ്മ അതിലിട്ടിട്ടില്ല. അതിന് നമ്മൾ തക്കാളി ഇട്ടു. ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പില ഇടുന്നു. അല്ല, ഇനി ഒന്ന് ഉപ്പൊക്കെ നോക്കിയാലോ? ഉപ്പ് സ്നേഹമേരി ഇവിടെ ഉണ്ട്, അനുണ്ട്, അനു പറയലുണ്ട്, അർസുണ്ട്. എല്ലാവരും എത്തി. എല്ലാവരുടെയും ഫേവറേറ്റ് സാധനമാണ്. ഇങ്ങനെ നിൽക്കുക അർസു. എന്തേ മമ്മി ആർക്കും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ഉപ്പ് നോക്കാൻ. അർസു അർസുദേ പാത്രവുമായി എത്തിക്കഴിഞ്ഞു. അതാണ് ഇവിടുത്തെ ഞണ്ട് കറിയുടെ പ്രത്യേകത കേട്ടാ. അർസുണ്ട്, സ്നേഹമുണ്ട്. ഇനി ഒരു അനുഗ്രഹയുടെയും ശ്രേയസിൻ്റെയും കൂടെ കുറവുണ്ട്. ശ്രേയസ് ജിമ്മിൽ നിന്ന് വന്നിട്ടില്ല, അതുകൊണ്ടാണ്. ഇതേ അച്ചാറ് കൊടുക്കണ വില കൊടുത്തേക്കട. വാ 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 വാ. അനുഗ്രഹം ഉണ്ടോ? അനുഗ്രഹം ഉപ്പ് നോക്കിയാ? ദേ ഇവർക്കൊക്കെ ഉപ്പ് നോക്കാൻ കൊടുത്തേക്കണ ഞണ്ട് കറിയുടെ. നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടാ. എവിടെ 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 മുരിങ്ങക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചക്കക്കുരമ്മ ഓൾറെഡി വേവിച്ചിട്ടാണ്. അപ്പൊ ഇതിന്റെ ഞണ്ടിന്റെ ടേസ്റ്റ് പിടിച്ച് കഴിയുമ്പോ കളിയൊന്നും മാറിയത് തന്നെ. ഇവര് നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് ഒന്ന് പറഞ്ഞ? എല്ലാരും കൂടെ പറഞ്ഞേ പറയേ. എല്ലാരും കൂടെ ഇങ്ങനെ നിരന്ന് നിന്നൊന്ന് പറഞ്ഞാൽ അവര് അത് വേണ്ട പോലെ ചെയ്തോളും. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അർസു എന്താ പറയണ? ആ ഓക്കെ. സ്നേഹമേരി എന്താ പറയണ? നാളെ സ്നേഹാമേരിയുടെ ബർത്ത്ഡേ ആണ്, തകർക്കണ ദിവസമാണ്.